The best way to fight casteism is spirituality. Back in homeland, I see a man who is rising like the sun. You know whom it is I'm talking about. Yes, got it. I think he is Guru. Srinarayana Guru. He's a realized yogi of spiritual knowledge and a man who has touched the Supreme. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ അലയൊലികൾ വ്യാപിച്ചിട്ടും ജാതിമത ചിന്തകൾ കുറയുന്നില്ലല്ലോ സ്വാമി. പാതിരാത്രിയിലെ ഒരു യാമം കഴിഞ്ഞാൽ നേരം വെളുക്കുമോ കുമാര? സ്വാമി തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹം തണുത്തു വരാൻ അല്പം സമയമെടുക്കുമെന്ന്. എത്ര നേരം മഴ പെയ്താലാണ് മുറ്റത്ത് വെള്ളം പൊങ്ങുക? മാറ്റങ്ങളും അതുപോലെയാണ്. ശിവപ്രതിഷ്ഠ ജനങ്ങളിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. നാം പ്രതിഷ്ഠിച്ചത് സംഭവിക്കാനിരിക്കുന്ന മാറ്റത്തെയാണ്. ജനമനസ്സിലെ ആ പ്രതിഷ്ഠയ്ക്ക് ഇളക്കമുണ്ടാവില്ല. ഭാവിയിൽ ശിവലിംഗദാസനും പ്രതിഷ്ഠകൾ നടത്തും. ശിവലിംഗത്തെ പോലെ അതിനും ഇളക്കമുണ്ടാവില്ല. വേദങ്ങളിലൊന്നുമില്ലാത്ത ജാതി അനാചാരങ്ങളും എങ്ങനെ പിന്നീട് വന്നെത്തി? അതൊക്കെ പിന്നീട് ആരൊക്കെയോ ചമച്ചതാണ്, വേദങ്ങളും ദൈവങ്ങളും പോലും അറിയാതെ. സ്വാമി മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ മേധാവിത്വ മനോഭാവമാണോ ഇതിന് പിന്നിൽ? വിശ്വാമിത്രന്റെയും വസിഷ്ഠന്റെയും കഥ നോക്കിയാൽ മതി, അത് മനസ്സിലാവും. അതെല്ലാം കഥകളല്ലേ? അത്തരം കഥകളാണ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത്തരം വിശ്വാസങ്ങളാണ് ചമയ്ക്കപ്പെട്ടത്. സമൂഹം ആ ചിലന്തി വലയിൽ പെട്ടുപോയി. സ്വാമി ആ കഥയുടെ പൊരുൾ പറഞ്ഞില്ല. പറയാം. വിശ്വാമിത്രൻ ക്ഷത്രിയൻ, വസിഷ്ഠൻ ബ്രാഹ്മണനും. വിശ്വാമിത്രൻ വസിഷ്ഠനോട് കലഹിച്ചു. അദ്ദേഹത്തോട് ജയിക്കാൻ പ്രയാസമെന്ന് കണ്ടപ്പോ തനിക്കും വസിഷ്ഠനെ പോലെ ബ്രഹ്മർഷിയാകണമെന്ന് ചിന്തിച്ചു. ബ്രഹ്മർഷിയാകാൻ വിശ്വാമിത്രനും ഘോരമായ തപസ് തുടങ്ങി. അപാരമായ ദിവ്യശക്തി നേടി. കൊടും തപസ്സല്ലേ, പരബലം കിട്ടിക്കാണും. പുതിയൊരു സ്വർഗം സൃഷ്ടിക്കാനുള്ള ശക്തി പോലും നേടിയെടുത്തു. എന്നിട്ടും വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണെന്ന് വസിഷ്ഠൻ സമ്മതിച്ചില്ല. ബ്രഹ്മജ്ഞാനം നേടിയെന്ന് സ്വയം ധരിച്ച് അഭിമാനിച്ച വസിഷ്ഠന് പോലും അതിന് കഴിഞ്ഞില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലം വ്യത്യാസമേ ഉള്ളൂ. ചാതുർവർണ്ണ ശില്പികളുടെ കൽപ്പന അങ്ങനെയാണ്. അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ പോലും ബ്രാഹ്മണനാവാൻ ശ്രമിച്ചാൽ വിട്ടുകൊടുക്കോ? അപ്പോ മറ്റു വർണ്ണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? വിശാലമായ മനസ്സിൽ ചാതുർവർണ്ണത്തിന് ഇരിപ്പിടമില്ല. സങ്കുചിത മനസ്സിലാവട്ടെ സകല ഭേദചിന്തകളും കയറിയിരിക്കും. തങ്ങളുടെ കുത്തക കാത്തു സൂക്ഷിക്കാൻ ചാതുർവർണ്ണ സൃഷ്ടിച്ചവർ ബോധപൂർവ്വം ശ്രമിച്ചു അല്ലേ? അതാണ് നേര്. ക്ഷത്രിയനെ പോലും ഉൾക്കൊള്ളാൻ മടിച്ച ബ്രാഹ്മണന് എങ്ങനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനാവും? ബ്രഹ്മജ്ഞാനത്തിന്റെ 7 അയലത്ത് പോലും മറ്റുള്ളവരെത്താതിരിക്കാൻ അവർ മറകളും വേലികളും ഉണ്ടാക്കി. അതാണ് ചുറ്റും കാണുന്നത്. അതിനുമില്ലേ പരിഹാരം? ഉണ്ട്. അറിവിന്റെ മൂർച്ച കൊണ്ടേ അതിനെ തകർക്കാനാവും.
തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതവരുടെ നാശത്തിനാണ്. തലയിലെ കളിമണ്ണ് ചൂടാകുമ്പോ അവര് താനെ അറിയും. ബാലരാമപുരം ചാലിയത്തെരുവിലെ ഏറ്റുമുട്ടൽ നാടെങ്ങും പരന്നു. നാടെങ്ങും പരക്കണം, എങ്കിലേ പാഠം പഠിക്കൂ. മുമ്പിട്ട് നിൽക്കാൻ ഇനി ആളെ കിട്ടില്ലെന്ന് മനസ്സിലാക്കണം. പരസ്യമായി രംഗത്ത് വരാനും ചോദ്യം ചെയ്യാനും പലരും മടിക്കും. പലരും മാളത്തിൽ ഒളിക്കുന്നു. തീ എത്രത്തോളം ഉയരുമോ അത്രത്തോളം ചൂട് കൂടും. വിഷപ്പാമ്പുകൾക്കും തീയെ പേടിയാ. പഞ്ചമി സ്കൂളിൽ പഠിക്കാൻ ചെന്നത് പല മേലാളന്മാർക്കും രസിച്ചില്ല. അവർണക്കുട്ടി സ്കൂളിൽ കാലുകുത്തിയതോടെ ആ സരസ്വതി മന്ദിരം അശുദ്ധമായെന്നല്ലേ അവര് വിളിച്ചു കൂടിയത്. കടന്നൽക്കൂട് പൊട്ടിയതുപോലെ അവർ പഞ്ചമിയും രക്ഷിതാവിനെയും വളഞ്ഞില്ലേ? ആരാ അവരുടെ നേതാവ്? കേശവൻപിള്ള എന്നൊരാളായിരുന്നു എതിർക്കാൻ വന്നൊരു തലവൻ. അവർണക്കുട്ടി പഠിച്ചാൽ അയാൾക്കെന്താ ചെയ്തം? ഞങ്ങളുടെ പിള്ളേര് പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ പുലയന്മാർ പഠിക്കണ്ട. അങ്ങനെ വന്നാൽ ആ പള്ളിക്കൂടം പിന്നെ ഇവിടെ വേണ്ടെന്നാണ് അയാൾ ഉറഞ്ഞു തുള്ളിയത്. നമ്മുടെ ചുണക്കുട്ടികളോട് ഇല്ലാതെ പോയത് കേശവൻപിള്ളയുടെ ഭാഗ്യം. കേശവൻ പിള്ളയ്ക്കൊപ്പം ബാധ കൂടിയ കുറെ പരീക്ഷകളുണ്ട്. അവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. പഞ്ചമി പ്രശ്നം ആളിക്കത്തി ഊരുട്ടമ്പലത്തും പരിസരത്ത് ഏറ്റുമുട്ടൽ നടന്നു. ഞാനപ്പോ സ്ഥലത്തില്ലായിരുന്നു, പരവൂരിലായിരുന്നു. പുലയക്കുടിലുകളിൽ രാത്രി കടന്ന് ആട്, കാള, കോഴി എന്ന് വേണ്ട സകലതും നശിപ്പിച്ചു. വസ്തുക്കൾ കവർ ചെയ്തു, കുടിലുകൾ തകർത്തു, സ്ത്രീകളെ അപമാനിച്ചു. ഭയന്നുപോയ പുരുഷന്മാർ പൊന്തക്കാടുകളിലും മുളംകൂട്ടങ്ങളിലും ഒളിച്ചു. ഒരു സാധു കുട്ടി അക്ഷരം പഠിച്ചാൽ തകർന്നു പോകുന്നതാണോ മേലാളന്മാരുടെ പഠിപ്പും പത്രാസും? എന്നിട്ടും അവരുടെ അരിശം തീർന്നില്ലല്ലോ. എങ്കിലും അവരിങ്ങനെ ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. കേശവൻപിള്ള ഉറഞ്ഞു തുള്ളി പുലമ്പിയെ പോലെ ചെയ്യൂ. ഏതായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. എങ്കിലും ഒരു പള്ളിക്കൂടത്തിന് തീ വയ്ക്കാൻ തോന്നിയല്ലോ അവർക്ക്. ചാരം പുതച്ചു കിടക്കുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് തീ ആളി കത്തിക്കണം. അവർണർ അക്ഷരം പഠിച്ചാൽ തങ്ങളുടെ ചീട്ടുകൂട്ടുകാരൻ തകരുമെന്ന് അവർക്കറിയാം. ഈ ചാരത്തിൽ നിന്ന് നമുക്ക് പറക്കാം അക്ഷര ചക്രവാളത്തിലേക്ക്. ഈ ചാരം നമുക്ക് വളമാകണം. വിദ്യ കൊണ്ടോ പ്രതിഷ്ഠ കൊണ്ടോ മാത്രം സമൂഹ നവീകരണം സാധിക്കില്ലാന്ന് ഗുരു ചിന്തിച്ചിരുന്നു, അല്ലേ? നിലമൊരുക്കി ഉഴുതുമറച്ച ശേഷം വിത്തിടുക. സാമൂഹ്യ പരിഷ്കരണത്തിനും ആ വഴിയാണ് ഗുരു സ്വീകരിച്ചത്. ആദ്യം വിശ്വാസം, പിന്നെ അറിവ്, അതിനുശേഷം സംഘടന. അങ്ങനെ ഒരു സന്ദേശം തന്നെ ഗുരു പ്രചരിപ്പിച്ചിരുന്നു. ശരിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനുമായിരുന്നു ഗുരുവിന്റെ ഉദ്ബോധനം. അതിനുള്ള അടിത്തറ പാവുകയായിരുന്നു ക്ഷേത്രപ്രതിഷ്ഠകൾ. അതിന്റെ തുടക്കമായിരുന്നു അരുവിപ്പുറത്ത്, അല്ലേ? അരുവിപ്പുറം പ്രതിഷ്ഠ സമൂഹത്തിലും അവശജന മനസ്സിലും പുതിയൊരു ഉണർവ് സൃഷ്ടിക്കുമെന്ന് ഗുരു കണക്കുകൂട്ടി. അത് ശരിയായി. ആ ഉണർവിനെ ഭദ്രമായി നിലനിർത്തണമെങ്കിൽ ഒരു സംഘടന വേണം. ഗുരുവിന്റെ വിഷൻ അപാരം. ഗുരുദേവന്റെ ചിന്തകളും സന്ദേശങ്ങളും എത്രത്തോളം ശാസ്ത്രീയവും ഫലപ്രദവുമാണെന്ന് വിലയിരുത്താനും മനസ്സിലാക്കാനും നമുക്ക് ദശാബ്ദങ്ങൾ വേണ്ടി വന്നു. മഹാത്മാക്കളുടെ ബുദ്ധി കുതിര പോലെയാണ്. സമൂഹത്തിന് കൂടി ഓതിയെത്താനും കഴിയില്ല. ശതാബ്ദങ്ങൾക്ക് ശേഷം ശരിയെന്ന് കണ്ടെത്തുന്ന പല നിഗമനങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷം എപ്രകാരമായിരുന്നു? പാശ്ചാത്യരുടെ ആഗമനം പുതിയ ചിന്തകൾക്കും പരിഷ്കാരങ്ങൾക്കും ഇടയാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. സാഹചര്യങ്ങൾ നായകരെ ക്ഷണിച്ച് കാത്തിരിക്കുകയായിരുന്നു. പുതിയ പ്രതിഷേധ ചിന്തകളുടെ രഥമൊരുങ്ങി. സാരഥിയും അശ്വങ്ങളും മാത്രമേ പിന്നീട് വേണ്ടി വന്നുള്ളൂ. ഡോക്ടർ, രഥമനിരെ കൊണ്ട് സംഘടനയല്ലേ ഉദ്ദേശിച്ചത്? അവ്യക്തമായ ഒരു സംഘടനാബോധം. ഗുരു സാരഥിയെ പ്രത്യക്ഷപ്പെട്ടപ്പോ ഡോക്ടർ പൽപ്പു, കുമാരനാശൻ എന്നിവർ കുതിരകളായി. അതിൽ പൽപ്പു വെറും കുതിരയല്ല, മിന്നൽ വേഗമുള്ള മാന്ത്രിക കുതിര. ഗുരു സാരഥിയായ ആ സംഘടനയുടെ രൂപീകരണം, ഡോക്ടർ പൽപ്പുവിന്റെ ലീഡർഷിപ്പ് എന്നിവ അറിയണം.
അറിയാം. ആ അറിവ് കേരള ചരിത്രം കൂടിയാണ്. ഡോക്ടർ പൽപ്പു മഹാഗുരുവിന്റെ കർമ്മപാതയിലെ ഉജ്ജ്വലനായ തേരാളി. സ്വാമി ധ്യാനത്തിലാകാനും ഉണരാനും നിമിഷങ്ങൾ മതി. എല്ലാം കണ്ണടച്ച് തുറക്കും പോലെ. പ്രത്യേകിച്ച് ഇവിടെ തപോസമ്പന്നമായ ഇടമല്ലേ. ശരിയാ, സ്വാമി മാറ്റത്തിന് തുടക്കം കുറിച്ച സ്ഥലം കൊള്ളാം. എത്രയോ മാമുനിമാർ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ തപോബലവും വരവും കലർന്ന മണ്ണല്ലേ. നെയ്യാറിന്റെ ഒരു വശം കൊടികുത്തിമല, മറുവശം കൊടിതൂക്കിമല. എത്ര സുന്ദരമായ സ്ഥലം. ഭാവനകളുടെ മേച്ചിൽപ്പുറമല്ലേ. കുമാരു നമ്മോടൊപ്പം കൂടിയ ശേഷം പാതി സന്യാസിയാ. ചിന്നസ്വാമി എന്നാ സ്വാമിയുടെ ശിഷ്യന്മാർ വിളിക്കുന്നത്. അവർക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പെരിയ സ്വാമിയും ചിന്നസ്വാമിയും ഇവിടെ ഒതുങ്ങരുത്. എനിക്കതേ പറയാനുള്ളൂ. നാമോദ ആലോചിക്കുന്നുണ്ട്. കുമാരു ഇപ്പോ തിങ്കൾക്കലയാണ്. പൽപ്പു ബാലസൂര്യനാക്കി തരണം. ബാലസൂര്യനല്ല, മധ്യാഹ്ന സൂര്യനാകണം. പൽപ്പു തീക്കടലല്ലേ, കൂടെയുള്ളവരും തിളച്ചോളും. അക്കാര്യം നാം പൽപ്പുവിനെ ഏൽപ്പിക്കുകയാണ്. അക്കാര്യം ഏറ്റു. ബാക്കി എല്ലാം സ്വാമി അരുളിയാൽ മതി. കുമാരു നമ്മോടൊപ്പം പോന്നിട്ടിപ്പോ 3 വർഷം കഴിഞ്ഞു സ്വാമി. പക്ഷേ 3 മാത്ര പോലെ തോന്നുന്നു. ഇനിയാണ് കുമാരുവിന്റെ സമയം. ഡോക്ടർ എന്താ മൗനം? നാം നേരത്തെ മൗനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ? ഞാനൊരു നിമിഷം പലതും ചിന്തിച്ചുപോയി. ഡോക്ടറുടെ ചിന്തകൾ എപ്പോഴും വൻപടയാണല്ലോ. ഡോക്ടറുടെ തലയിൽ തന്നെയുണ്ട് ചതുരംഗപ്പട. പടയൊക്കെയുണ്ട്, പക്ഷേ പോർക്കളം തെളിയുന്നില്ല. ദൂരെ എങ്ങോ ശംഖനാദം കേൾക്കുന്നുണ്ട്. സമയമായി വരുന്നു. പോർക്കളം താനേ തെളിയും. ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോവും. അതിനു മുമ്പ് സ്വാമിയൊന്നും പറഞ്ഞില്ല. ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? വാവൂട്ട് സംഘം വിപുലീകരിക്കുന്ന കാര്യം. അത് പ്രത്യേകിച്ച് പറയണോ? എന്തായാലും ഡോക്ടറുടെ ചികിത്സ വേണം കേരളത്തിന്. സഹായത്തിന് കുമാരു ഉണ്ടല്ലോ. ഭാരതത്തിലെല്ലായിടത്തും സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോ ഇവിടെ സഹജീവികളെ പുഴുക്കളായി കാണുന്നു. അവരെ ചവിട്ടി അരയ്ക്കുന്നു. അതാണല്ലോ നാം ചികിത്സ വേണമെന്ന് പറഞ്ഞത്. മരുന്നും മാർഗവും നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നാം മുന്നിലുണ്ടാവും. വാക്കിലും കർമ്മത്തിലും സദാ ലാഭയാണ്. അതാണ് ഡോക്ടറുടെ ശൈലി. പ്ലേഗിന്റെ നടുവിൽ സേവിച്ചത് ഒരർത്ഥത്തിൽ കരുത്തായി. മനസ്സിനും കൈക്കും വലിയ കരുത്ത്. മുമ്പൊരിക്കൽ ഡോക്ടർ സുഹൃത്തിനെഴുതിയ കത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ശവങ്ങളുടെ മധ്യേ കാശിയിലെ ശ്മശാനത്തിൽ ദണ്ഡം മൂന്നി നിന്നിരുന്ന ഹരിചന്ദ്ര മഹാരാജാവിനെ പോലെ എന്നതാണോ? ഒരിക്കൽ ആ കത്തിനെപ്പറ്റി ഡോക്ടർ വികാരവായ്പോടെ സൂചിപ്പിച്ചിരുന്നു. മനസ്സിൽ പതിഞ്ഞു ആ വാക്കുകൾ. കവി മനസ്സല്ലേ, നല്ല ഓർമ്മയുണ്ടാവും. എന്തായാലും കേൾക്കട്ടെ. ക്യാമ്പിന് ചുറ്റുമുണ്ടാക്കിയിട്ടുള്ള 8 ചുടലകൾ, അതിലാ 8 ശവങ്ങൾ വെള്ള പുതച്ചിരിക്കുന്നു. അതു കഴിഞ്ഞാൽ ഊഴങ്കാത്ത് 43 ശവങ്ങൾ. ആസന്ന മരണരായി 50-ലധികം രോഗികൾ. സംശയസ്ഥിതിയിൽ 500ഓളം രോഗികൾ. ഭീകരമായ ഞെട്ടിക്കുന്ന അവസ്ഥ തന്നെ. ഡോക്ടർ ഇപ്പോഴും ശവങ്ങളുടെ നടുവിലാണ്. മനുഷ്യജന്മങ്ങൾ ഇപ്പോഴും വെന്തിരിയുന്നു ഐത്തത്തിന്റെ അഗ്നിനാളങ്ങളിൽ. എന്റെ മനസ്സിൽ എപ്പോഴോ തിളയ്ക്കുന്ന വരികൾ വീണിരുന്നു. കേൾക്കട്ടെ കുമാര. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. കൊള്ളാം. ഇതേപോലെ നീറിപ്പിടിച്ച് ആളി കത്തിക്കുന്ന കവിതകളാണ് നാടിനാവശ്യം. പക്ഷേ എന്താ പക്ഷയിൽ നിർത്തിക്കളഞ്ഞത്? അതിനൊരു പ്രസ്ഥാനം വേണം. പടയോട്ടം തുടങ്ങണം. അതിനെന്താ, പടനായകൻ നമുക്കൊപ്പമുണ്ടല്ലോ.
നിങ്ങളെല്ലാം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും സഫലമാകും. അതിനുള്ള സമയം തെളിഞ്ഞു വരുന്നു. പ്രകൃതിയുടെ മുഖഭാവം ശ്രദ്ധിച്ചോ? തെളിഞ്ഞ ചിരിയല്ലേ? എല്ലാം ശുഭകരമാകുമെന്ന സൂചന. തയ്യാറാവുക. എന്താ കാളി മുഖത്തൊരു വാട്ടം? നിങ്ങൾ താമസിക്കാത്തോണ്ടാ, അല്ലെങ്കിൽ ഞാൻ ആ ചെല്ലപ്പൻ പിള്ളയ്ക്ക് 2 തല്ല് കൊടുത്തേനെ. അവരൊക്കെ വലിയ ആൾക്കാരാ, ജന്മികളാ. കേറി മുരണ്ടിയ കുടുംബം കുളം തോണ്ടും. ഈ പേടിയാണ് ഏറ്റവും വലിയ ശാപം. എല്ലാവർക്കും പേടി, എന്തിനേം പേടി. ഈ നരകത്തിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം. അവർണർക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് കാളിക്ക് അറിഞ്ഞൂടെ? ജന്മിമാരുടെ കാലിലല്ല, സ്വന്തം കാലിലാണ് നമ്മൾ നടക്കുന്നത്. അതിന് അവർക്കെന്താ? ആ വഴികൾ അവരുടേതാ. അവരുടെ കൺവെട്ടത്ത് എന്ന് വിടരുത്. ചെന്ന് പെട്ടാലെന്താ? വെറുതെ എന്തിനാ അവരുടെ തല്ല് വാങ്ങുന്നത്? തല്ലും വാങ്ങി കരഞ്ഞോണ്ട് പോവുകയല്ല വേണ്ടത്. പിന്നെ തിരിച്ചു തല്ലണം. തല്ലിന് വേദനയുണ്ടെന്ന് അവരും അറിയണം. നാട്ടുനടപ്പ് തകർക്കാനോ? എന്ത് നടപ്പ്? വഴി നടക്കുന്നവരെ നിറത്തിന്റെ പേരിൽ തല്ലുന്നത് എന്ത് നാട്ടുനടപ്പ്? ആ നാട്ടാചാരത്തിന് നട്ടലൊടിക്കണം. ഇപ്പൊ തന്നെ കാളിയെ പലരും നോട്ടുവിട്ടിരിക്കുക. നിഷേധിയെന്നും ധിക്കാരിയെന്നും അരിശത്തോടെ പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടതാ. ഓഹോ, അത് വലിയ അംഗീകാരമാണല്ലോ. കാളിക്ക് അങ്ങനെയൊക്കെ പറയാം. അമ്മയ്ക്ക് വലിയ പേടിയാ, ഞങ്ങൾക്കൊണ്ട് പേടി. പേടി പേടി, ആ വാക്ക് കേട്ട് ഞാൻ മടുത്തു. തന്റെ ഇടമില്ലാത്ത ജനങ്ങളെ മനുഷ്യരെന്ന് വിളിക്കരുത്. കാളി സവർണറുടെ കണ്ണിലെ കരടാണ്. കണ്ണിച്ചോരില്ലാത്തവരുടെ കണ്ണിൽ കരടാകണം. തിരുമിയാലും കഴുകിയാലും പോകാത്ത കരട്. ശരീര വലിപ്പമല്ല, മനോബലമാണ് ഏറ്റവും വലിയ ശക്തി. അത് നേടണം. കാളി പറഞ്ഞു വരുന്നത് കളരിപ്പയറ്റും മർമ്മവിദ്യയും പഠിക്കണം, പഠിപ്പിക്കണം. എന്നിട്ട് ഒന്നടിച്ചാൽ തിരിച്ച് 2 അടി. 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 ഒന്നടിച്ചാൽ തിരിച്ച് 2 അടി.